Hi friends, Agridinte പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ശ്രീവാരു മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ ശ്രീവാരു മോട്ടോഴ്സിൻ്റെ ആഡ്സ് മോട്ടോഴ്സ് എന്ന ഷോറൂമിലാണ്. കേരളത്തിലെ ഫസ്റ്റ് ശ്രീവാരു മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പാണ് ഇപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് പാവങ്ങാട് ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ശ്രീവാരു മോട്ടോഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റായ പ്രാണ എന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ ഷോറൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. തിയേറ്റർ ആംബിയൻസ് സെറ്റപ്പിലാണ് ഈ ഒരു ഷോറൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിനാണ് ഷോറൂമിന്റെ ഉൾവശം വലിയൊരു പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പ്രൊഡക്റ്റ് കൂടുതൽ ഫോക്കസ്ഡ് ആവാനാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ ഷോറൂമിന് നൽകിയിരിക്കുന്നത്. ശ്രീവാരു മോട്ടോഴ്സ് ആക്ച്വലി കോയമ്പത്തൂർ ബേസ്ഡ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറർ ആണ്. നിലവിൽ SVMന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ മോഡലായ പ്രാണ എന്ന ഇലക്ട്രിക് ബൈക്കാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് പെർഫോമൻസ് ഇലക്ട്രിക് ബൈക്ക് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഈ ഒരു വാഹനത്തെ നിരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 123 km/h ആണ് ഈ ഒരു ബൈക്കിന്റെ ടോപ്പ് സ്പീഡ് എന്നത്. നിലവിൽ ഇന്ത്യയിലുള്ള മറ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ നിന്നും പ്രാണയെ മാറ്റി നിർത്തുന്നതും അതുതന്നെയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. 72 വോൾട്ടിന്റെ എയർ കൂൾഡ് ലിഥിയം അയോൺ ബാറ്ററിയും ഒരു BLDC ഹബ് മോട്ടറുമാണ് പ്രാണയ്ക്ക് കരുത്തേക്കുന്നത്. 15 ആംപിയറിന്റെ ഏതൊരു പവർ സോക്കറ്റിലും ഡയറക്റ്റ് ആയി കണക്ട് ചെയ്ത് നമുക്ക് ഈ വാഹനം റീചാർജ് ചെയ്യാം. ഏതാണ്ട് 4.5 മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാൻ വേണ്ട സമയം. പ്രോഗ്രസീവ് ഗ്രീൻ, പെർഫെക്റ്റ് വൈറ്റ്, പാഷനേറ്റ് റെഡ്, മിസ്റ്ററി ബ്ലാക്ക് എന്നിങ്ങനെ 4 കളർ ഓപ്ഷനിലായിട്ടാണ് പ്രാണ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. SVMന്റെ പ്രാണ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൽ ആക്ച്വലി 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ഇത് കൂടാതെ എലൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ 4.32 ആണ് കിലോവാട്ട് ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ അത് 7.2 ആവും. അതിനനുസരിച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ റേഞ്ചിലൊരു വ്യത്യാസം വരും. ഈ ഒരു ഗ്രാൻഡ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഒരു ഫുൾ ചാർജിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ഡിസ്റ്റൻസ് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 126 km ആണ്. അതേസമയം എലൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഫുൾ ചാർജിൽ അതിൽ നമുക്ക് 7.2 kW കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് വരുന്നത്. ആ ഒരു വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഫുൾ ചാർജിൽ നമുക്ക് 225 km വരെ നമുക്ക് റേഞ്ച് കിട്ടും. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇതിൻ്റെ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ പക്ക ഒരു നേക്കഡ് സൂപ്പർ ബൈക്കിൻ്റെ ലുക്കിലാണ് നമുക്ക് ഈ ഒരു വാഹനം പുറത്തിറക്കിയിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കവാസാക്കി C1000ൻ്റെ ആ ഒരു ലുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അന്ന് ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ ഒരു ബൈക്ക് ഡിസൈൻ ചെയ്തത്. റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് റോഡിൽ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഡ്യുവൽ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് വണ്ടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓവറോൾ വാക്ക് അറൗണ്ട് ചെയ്ത് വണ്ടിയുടെ ടോട്ടൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഫ്രണ്ട് ടയർസിലേക്ക് നോക്കുകയാണെങ്കിൽ 110/70/17 റേഡിയൽ ടയറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബ്രേക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 275 mm ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ആണ് നൽകിയിരിക്കുന്നത്. ഇതൊരു കോംബി ബ്രേക്ക് സിസ്റ്റമാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അതേപോലെ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഈ ഒരു വാഹനത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. ഹെഡ്ലാമ്പിലേക്ക് വരുമ്പോൾ നമുക്കിതിലൊരു കോഡ് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആണ് വരുന്നത്. വളരെ ലോ സ്റ്റാൻസിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹെഡ്ലാമ്പിന് മുകളിലായി യമഹ ഫേസറിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് 4 LED തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കോംബിയന്റ് റീജനറേറ്റീവ് ബ്രേക്ക് സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂട്ടേഴ്സിലേക്കുള്ള ബ്രേക്ക് ലിവർ ലോക്ക് നമുക്കിവിടെ കാണാം. ഒരു 3 ചാനൽ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് പ്രാണയിൽ നൽകിയിരിക്കുന്നത്. അതായത്
നമ്മൾ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഡിസ്കും റിയർ റൈറ്റ് സൈഡ് ഡിസ്കും ബ്രേക്ക് അപ്ലൈ ആവും. രണ്ട് സെപ്പറേറ്റ് ലൈനായിട്ടാണ് ഇവിടെ ബ്രേക്ക് റിസർവോയറിൽ നിന്നും ഡിസ്ക് കാലിപ്പറിലേക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് പോകുന്നത്. വളരെ സ്റ്റെബിലൈസ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് നമുക്ക് ഇതുപോലുള്ള ഒരു കോംബി ബ്രേക്കിങ്ങിലൂടെ സാധിക്കും. അതേപോലെ റൈറ്റ് സൈഡ് ബ്രേക്ക് ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡിസ്ക് ബ്രേക്ക് അപ്ലൈ ആവും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് പ്രാണയിൽ നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ടോപ്പിലായി RPM മീറ്റർ നൽകിയിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഗേജ് ഇവിടെ കാണാം. സ്പീഡോമീറ്റർ, തൊട്ട് താഴെയായി ഓഡോ ആൻഡ് ട്രിപ്പ് മീറ്റർ കൊടുത്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാനായിട്ട് സൈഡിൽ 2 സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ചെറിയൊരു ടൈം ഇൻഡിക്കേഷനും നൽകിയിട്ടുണ്ട്. ഇഗ്നിഷൻ കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഓൺ എന്നുള്ള ഗ്രീൻ സിഗ്നൽ കാണിക്കും. ആക്ച്വലി നമ്മൾ ഇവിടെയുള്ള ഈ കിൽ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. കിൽ സ്വിച്ചിന്റെ താഴെ ഭാഗത്തായി 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഹെഡ്ലാമ്പ് സ്വിച്ചും സെൽഫ് സ്വിച്ചും പോലെ തോന്നുമെങ്കിലും ഇത് ഡമ്മി സ്വിച്ചസ് ആണ്. ഇവിടെ കിൽ സ്വിച്ച് ഓൺ ചെയ്ത് ത്രോട്ടിൽ തിരിച്ചാൽ വണ്ടി മൂവ് ആവും. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺസ് നോക്കുമ്പോൾ ഹെഡ്ലാമ്പ്, ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതേപോലെ ബിൽറ്റിനായി തന്നെ നമുക്ക് ഹസാർഡ് ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ചും അതിന് താഴെയായി ഹോൺ സ്വിച്ചും നൽകിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മാത്രമല്ല ലെഫ്റ്റ് സൈഡിലും ചെറിയൊരു ത്രോട്ടിൽ സെറ്റപ്പ് കാണാം. ഇത് ആക്ച്വലി ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പ്രാക്ടീസ്, ഡ്രൈവ്, സ്പോർട്ട് തുടങ്ങി 3 ഡ്രൈവ് മോഡും ഒരു റിവേഴ്സ് ഡ്രൈവ് മോഡും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നോക്കാം. ട്വിൻ ക്രാഡിൽ ടു ഫ്രെയിമിലാണ് പ്രാണ ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ IC എഞ്ചിൻ 2 വീലറുകളിൽ എഞ്ചിൻ വരുന്ന സ്ഥാനത്തായാണ് പ്രാണയിൽ ബാറ്ററി പാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രാണയിൽ നമുക്ക് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സിംഗിൾ ബാറ്ററി എന്ന് പറയുന്നത് ആക്ച്വലി 120+ സിംഗിൾ സെൽസ് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. സപ്പോസ് ഒരു സെല്ല് ഡാമേജ് ആയാലും നമുക്കത് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 1500 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഈ ഒരു സിംഗിൾ സെല്ലിന്റെ വില വരുന്നത്. റിയർ വീലിലേക്ക് നോക്കുമ്പോൾ 140/60/17 റേഡിയൽ ടയറാണ് പിറകിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം ചെറിയൊരു ടയർ ഹഗ്ഗറും കാണാം. ഈ ഒരു ഇലക്ട്രിക് ബൈക്കിൽ ഡയറക്റ്റ് വീൽ ഹബ് മോട്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെയിൻ ഡ്രൈവിന്റെയോ ബെൽ ഡ്രൈവിന്റെയോ ആവശ്യം ഇടുകയില്ല. ബ്രേക്സ് വരുന്നത് ഓട്ടോ കട്ട് ഓഫ് ഫംഗ്ഷനോട് കൂടിയിട്ടാണ്. അതായത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇലക്ട്രിക് ഡ്രൈവ് കട്ടാവും. എയർ കൂൾഡ് ബ്രഷ്ലെസ് DC മോട്ടറാണ് പ്രാണയിൽ വരുന്നത്. സപ്പോസ് മോട്ടോർ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാലും അലോവീലിന് ചുറ്റും നമുക്കൊരു ക്രോമിയം കളറിലുള്ള ഒരു മെറ്റൽ കാണാം. ഇത് ആക്ച്വലി അലൂമിനിയം ആണ്. അലൂമിനിയം ലൈറ്റ് വെയിറ്റും ഒപ്പം തന്നെ നല്ലൊരു തെർമൽ കണ്ടക്ടറൂടെയാണ്. മോട്ടോർ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഈ അലൂമിനിയം ചൂടിനെ വലിച്ചെടുത്ത് ടയറിലൂടെ പുറത്തേക്ക് കളയും. ഈ ഒരു രീതിയിലാണ് പ്രാണയുടെ ഹീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഹനത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇതിന്റെ റിയർ സസ്പെൻഷൻ ആണ്. അതായത് ഒരു ലിങ്കേജ് മോണോഷോക്ക് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ ചുരുക്കം ചില വാഹനങ്ങളിൽ മാത്രമേ ലിങ്കേജ് മോണോഷോക്ക് സസ്പെൻഷൻ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് നിസ്സംശയം തന്നെ പറയാം, ഇന്ത്യയിലെ ഫസ്റ്റ് ലിങ്കേജ് മോണോഷോക്ക് വരുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് പ്രാണ. ഇനി വണ്ടിയുടെ ടെയിൽ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ LED ടെയിൽ ലാമ്പാണ് പ്രാണയിൽ വരുന്നത്. ഗ്രാബ് റെയിലുകളുടെ അഭാവം ഉണ്ടെങ്കിലും സൈഡ് ടോളിന്റെ താഴെ ഭാഗത്തായി ചെറിയൊരു പോർഷൻ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സ്പോർട്ടിലേക്ക് ഒട്ടും കുറയാത്ത രീതിയിലാണ് ടെയിൽ ടൈഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചാർജിംഗ് പോർട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ചാർജർ കേബിൾ പിൻ സീറ്റിന്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് ചാർജർ കേബിൾ സീറ്റിന്റെ അടിഭാഗത്ത് വെച്ചിരിക്കുന്നത്. വോൾട്ടേജ് അഡാപ്റ്റർ ബിൽറ്റിനായി വാഹനത്തിനുള്ളിൽ വരുന്നതിനാൽ ചാർജർ കേബിൾ ഈസിയായി തന്നെ യൂസ് ചെയ്യാം. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും ഷോർട്ട് സർക്യൂട്ടും ഒഴിവാക്കാനായിട്ട് ബിൽറ്റിനായി ഒരു MCB സ്വിച്ച് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. സീറ്റിംഗ് കംഫർട്ടിന്റെ കാര്യത്തിൽ പക്ക അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്ന് തന്നെ ഈ ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ അത്യാവശ്യം മോശമില്ലാത്ത കുഷനിങ് സീറ്റാണ് നൽകിയിട്ടുള്ളത്. പിന്നെ പറയേണ്ട ഒരു കാര്യം വണ്ടിയുടെ മിറേഴ്സിന്റെ വിസിബിലിറ്റി ആണ്. ജാക്കറ്റ് ഇട്ട് ഇരുന്ന് കഴിഞ്ഞാലും നല്ലൊരു റിയർ വ്യൂ ഈ ഒരു മിറർ നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു മിററിന്റെ ഡിസൈൻ തന്നെയാണ് അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. 775 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. എന്റെ ഹൈറ്റ് 168 സെന്റിമീറ്റർ ആണ്. എനിക്ക് കംഫർട്ട് ആയിട്ട് തന്നെ 2 സൈഡും കാലെത്തുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഒറ്റ വാക്കിൽ ഈ വണ്ടിയുടെ റൈഡിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പൊളിയാണെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200cc ബൈക്ക് ഓടിക്കുന്ന അതേ ഒരു ഫീലാണ് പ്രാണ ഓടിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്.
165 കിലോഗ്രാം ഭാരമാണ് ഈ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ്. അതുകൊണ്ട് തന്നെ ഹയർ സ്പീഡിലും വണ്ടി നല്ല കൺട്രോൾഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനീഷ്യൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ 39 ന്യൂട്ടൺ മീറ്റർ ആണ് വണ്ടിയുടെ മാക്സിമം ടോർക്ക് ഔട്ട്പുട്ട്. അതായത് ഡൊമിനാർ 400ന്റെ ഒക്കെ ഒരു ഇനീഷ്യൽ പെർഫോമൻസ് നമുക്ക് പ്രാണയിൽ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ വണ്ടിയിൽ ഒട്ടും തന്നെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നതാണ്. നോർമൽ EV പോലെ തന്നെ മോട്ടോർ വൈറ്റിംഗിന്റെ ചെറിയൊരു സൗണ്ട് മാത്രമല്ലാതെ മറ്റൊരു സൗണ്ടും കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ഹോൺ പൊതുവെ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. എക്സോ സൗണ്ടിന്റെ ഒരു ഫീലിനായി SVM പ്രാണയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആക്സസറി പോലെ പിന്നീട് നമുക്കത് പ്രാണയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. റിവോൾട്ട് RV400ൽ ഇത്തരം ഒരു സ്പീക്കർ അവർ ആക്സസറി ആയിട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 4 ഡ്രൈവ് മോഡുകളാണ് പ്രാണയിൽ നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ മോഡ് പ്രാക്ടീസ് മോഡാണ്. പേര് പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു പെർഫോമൻസ് മാത്രമേ നമുക്ക് ഈ ഒരു മോഡിൽ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു മോഡിൽ 45 കിലോമീറ്റർ വരെ ആയിരിക്കും വണ്ടിയുടെ പരമാവധി വേഗത. അതും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ ആയിരിക്കും പ്രാക്ടീസ് മോഡിൽ. ഒരു 100cc ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് മാത്രമേ നമുക്ക് പ്രാക്ടീസ് മോഡിൽ ഉണ്ടാവുകയുള്ളൂ. ട്രാഫിക്കിലൊക്കെ ഉപയോഗിക്കുമ്പോഴും വളരെ ചെറിയ ആക്സലറേഷൻ വേണ്ട സമയത്തോടൊക്കെ നമുക്ക് ഈ ഒരു ഡ്രൈവ് മോഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാം ഏതാണ്ട് 52-53 കിലോമീറ്റർ വരെ മാക്സിമം നമുക്ക് പ്രാക്ടീസ് മോഡിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മോഡ് ഡ്രൈവ് മോഡാണ്. ഇവിടെ ഞാൻ ഒരേ ത്രോട്ടിൽ പൊസിഷനിൽ തന്നെ ഡ്രൈവ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പെട്ടെന്നൊരു കുതിപ്പ് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 123 കിലോമീറ്റർ വരെയാണ് ഡ്രൈവ് മോഡിലെ പരമാവധി വേഗത. ഡ്രൈവ് മോഡിൽ കുറച്ചുകൂടെ പവർ ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും സ്മൂത്ത് ആയ ആക്സലറേഷൻ ആണ്. അടുത്തൊരു മോഡ് എന്ന് പറയുന്നത് സ്പോർട്സ് മോഡാണ്. ഈ ഒരു മോഡിലും മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 123 km/h തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ ആയിരിക്കും സ്പോർട്സ് മോഡിൽ നമുക്ക് അനുഭവപ്പെടുക. ഇതുപോലെ നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സ്പോർട്സ് മോഡിൽ ഇട്ട് തന്നെ ഉപയോഗിക്കാം. ആക്സലറേഷനിൽ മാറ്റം വരുമ്പോൾ തന്നെ കുറച്ചുകൂടി ഈസിയായി നമുക്ക് വാഹനങ്ങളെ മറികടക്കാനാകും. ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിൽ കമ്പൈൻ ബ്രേക്കിംഗ് ആയതുകൊണ്ട് തന്നെ സഡൻ ബ്രേക്കിങ്ങിൽ ബ്രേക്ക് ബൈറ്റ് ചെയ്യുന്നൊരു ഫീല് വരുന്നുണ്ട്. ABS ഇല്ല എന്നൊരു പോരായ്മ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ തന്നെ വാഹനം സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് ലിവർ മാത്രം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രേക്ക് ഫോഴ്സ് കിട്ടുന്നുണ്ട്. എന്നാൽ റൈറ്റ് സൈഡ് ബ്രേക്ക് ലിവർ അതായത് ഫ്രണ്ട് ഡിസ്ക് മാത്രം യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ജെർക്കിംഗ് അനുഭവപ്പെടുന്നുണ്ട്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിങ്ങിന് 2 ബ്രേക്ക് ലിവറും ഒരുമിച്ച് യൂസ് ചെയ്യാനാണ് പറയുന്നത്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ബ്രേക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റ് കോർണറിങ്ങിൽ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാതെ തന്നെ ഇത്തരത്തിൽ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സാധാരണ IC എഞ്ചിൻ ബൈക്കുകളിൽ ഗിയർ ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാനാവും. സസ്പെൻഷന്റെ കാര്യത്തിൽ റൈഡ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ചെറിയ ഹമ്പൊക്കെ നമുക്കധികം സ്ലോ ഡൗൺ ചെയ്യാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്പോർട്സ് മോഡിൽ റൈഡ് ചെയ്ത് വന്ന് പെട്ടെന്ന് ഇതുപോലെ ഒരു യൂ ടേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് പ്രാക്ടീസ് മോഡിലേക്ക് ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ആ ഒരു കുതിപ്പ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വണ്ടിയുടെ ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു വാഹനം പോലെ നമുക്ക് പ്രാണ ഉപയോഗിക്കാം. വാഹനത്തിന്റെ ഭാരം ഈവൻ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കുന്ന കണ്ടീഷനിൽ പോലും അനുഭവപ്പെടില്ല. ഇപ്പോൾ നമ്മൾ 3 ഫോർവേഡ് ഡ്രൈവ് മോഡും പരിചയപ്പെട്ടു. ഇത് കൂടാതെ ഒരു റിവേഴ്സ് ഡ്രൈവ് മോഡും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. 5 km/h വരെയാണ് റിവേഴ്സ് മോഡിന്റെ പരമാവധി വേഗത. റിവേഴ്സ് മോഡിലുള്ള പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് 6 എന്ന മോഡിലേക്ക് ഇട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പിന്നോട്ട് ഇങ്ങനെ പോകും. ജസ്റ്റ് നമ്മൾ കാലുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കയറ്റവും ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ഭാരം വെച്ച് റിവേഴ്സ് മോഡിന്റെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ഈ ഒരു കയറ്റം പിന്നോട്ടേക്ക് കയറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രാണയിലെ ഡ്രൈവ് മോഡ്സ് വരുന്നത്. നിങ്ങൾക്ക് ഈ ടാങ്കിന്റെ മുകളിലായ ഒരു ഫ്യൂൽ ലിഡ് കാണാം. അതൊരു ഫേക്ക് ഫ്യൂൽ ലിഡ് ആണ്. അതിന്റെ ആവശ്യം എന്തെന്നാൽ സപ്പോസ് ഭാവിയിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പോർട്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരിക. നിലവിൽ നോർമൽ ചാർജിങ് മാത്രമേ കമ്പനി ഓഫർ ചെയ്യുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് പൊതുവെ ബാറ്ററിക്ക് നല്ലതല്ല. EV വെഹിക്കിൾസിൽ ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ കുറയാൻ വലിയൊരു കാരണം ഫാസ്റ്റ് ചാർജിങ് ആണ്. പ്രാണയുടെ ബാറ്ററി ലൈഫ് 2000 റീചാർജബിൾ സൈക്കിൾസ് ആണ്. അതായത് ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ ഫുൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, അങ്ങനെ 2000 തവണ. മിനിമം ഒരു 100 കിലോമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ 2 ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് ഒരു ബാറ്ററി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫുൾ ചാർജിൽ നമുക്ക് വരുന്ന ചെലവ് 4 യൂണിറ്റ് കറണ്ടാണ്. അതായത് ഏകദേശം 25 രൂപ. 126 കിലോമീറ്റർ ആണ് ഒരു ഫുൾ ചാർജിൽ നമുക്ക് ലഭിക്കുന്ന റേഞ്ച്.
അതിലൊരു 100 കിലോമീറ്റർ വെച്ച് കൂട്ടിയാലും നിലവിലെ പെട്രോൾ വില കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ബൈക്ക് 100 കിലോമീറ്റർ ഓടാൻ വേണ്ട ചിലവ് 200 രൂപയാണ്. അതേസമയം 100 രൂപയ്ക്ക് നമുക്കിതിൽ 400 കിലോമീറ്റർ വരെ ഓടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള EV മോട്ടോർ സൈക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. പ്രധാനമായും ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് സിറ്റി റൈഡിന് പറ്റിയൊരു വാഹനമാണിത്. യെസ്, അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും ഈ വണ്ടിയുടെ പ്രൈസിങ്ങും അതേപോലെ നിലവിൽ ഈ വാഹനത്തിലുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമ്മുടെ ഒപ്പം ഇന്ന് ഈ ഷോറൂമിൻ്റെ മാനേജർ മിസ്റ്റർ റിജാസ് നമ്മുടെ ഒപ്പം ഉണ്ട്. മിസ്റ്റർ റിജാസ് പ്ലീസ്. അപ്പോൾ ഈ വണ്ടിയുടെ നിലവിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണല്ലോ. ഈ വണ്ടിയുടെ പ്രൈസിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഈ വണ്ടിക്ക് വരുന്നത് എക്സ്ഷോറൂം വരുന്നത് 2,36,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. അതിന്റെ കൂടെ നമുക്കൊരു കസ്റ്റമർ ക്രെഡിറ്റ് ആയിട്ട് 25,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ 10 മരങ്ങൾ നട്ടിട്ട് നമുക്ക് അതിന്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു തരികയാണെങ്കിൽ അതാണ് കസ്റ്റമർ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഭയങ്കര ഓൾറെഡി നമുക്കറിയാം ഈ EV വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ്. അതോടൊപ്പം തന്നെ ഇവർ കൊടുക്കുന്ന ഓഫേഴ്സും വളരെ ഒരു എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. 10 മരങ്ങൾ നട്ടിട്ട് ആ ഒരു ഫോട്ടോ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 25,000 ക്യാഷ് ഓഫർ ഈ ഒരു വാഹനത്തിൽ അവർ കൊടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു തീരുമാനം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് പറയുമ്പം ഇപ്പം ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന വേരിയൻറ്റിനാണ് ഈ ഒരു പ്രൈസിങ് വരുന്നത്. ഓൺ റോഡ് വരുമ്പോൾ എത്രയാണ് വരുന്നത്? 2,44,000. അത് എലൈറ്റ് എന്ന് പറയുന്ന വേരിയന്റിലേക്ക് പോകുമ്പോൾ എത്ര വരും? നമുക്ക് ഇവിടെ കേരളത്തിൽ ലോഞ്ചിങ് ആയിട്ടില്ല. ഓക്കെ, ഒരു 2 മാസത്തിനടുത്ത് അപ്പോഴേ നമുക്ക് ഒരു ഓൺ റോഡ് പ്രൈസിങ് എന്നുള്ള കാര്യത്തിലേക്ക് അപ്രോക്സിമേറ്റ് ഒരു അബവ് 3 lakh വരും. 3 lakh അബവ് എന്തായാലും വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈൻ പരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും എലൈറ്റ് എന്നുള്ള വേരിയന്റിൽ വരുന്നില്ല. അവിടെ നമുക്ക് ബാറ്ററിയുടെ പവറിലാണ് വ്യത്യാസം വരുന്നത്. അതിനനുസരിച്ചുള്ള റേഞ്ചിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിന് ഇപ്പം നിലവിൽ കമ്പനി കൊടുക്കുന്ന വാറണ്ടി ഡീറ്റെയിൽസ് ആണ്. അതെങ്ങനെയാണെന്ന് പറയാമോ? കമ്പനി വെഹിക്കിളിന് 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 വർഷത്തെ വാറണ്ടി. 2 വർഷമാണ് ഈ ഒരു വാഹനത്തിന്റെ വാറണ്ടി വരുന്നത്, നോർമൽ വാറണ്ടി. കൂടാതെ 3, 4, 5 വർഷം ബാറ്ററിക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ ലെവലിലാണ്. അതെങ്ങനെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് 3ാമത്തെ വർഷം കസ്റ്റമർ ഭാഗത്ത് നിന്ന് 30%, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് 70% ആയിട്ടാണ് വാറണ്ടി എടുക്കുന്നത്. 4ാമത്തെ വർഷം 50-50 ആവും. 5ാമത്തെ വർഷം നേരെ തിരിച്ച് 70-30 എന്നുള്ളതിൽ വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് മിസ്റ്റർ റിജാസിനാണ്. മിസ്റ്റർ റിജാസിന് വലിയൊരു താങ്ക് യു. യെസ്, അപ്പം ഇന്ന് നമ്മൾ പ്രാണ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് പരിചയപ്പെട്ടു. ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ കാലിക്കറ്റുള്ള ആഡ്സ് മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ്.